അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 25 ആയത്ത് വരെ സൂറത്തുൽ ഖലം ഓതി തജ്വീദ് നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് 26ാമത്തെ ആയത്തൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ റഅൗഹാ ഖാലൂ ഇന്നാ ലദാല്ലൂൻ. ഓക്കെ, ഇവിടെ നമുക്ക് നിയമം തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. ഫലമ്മാ മീമിൻ്റെ മുകളിൽ ശബ്ദ വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മണിച്ചൊടുക്കുക. കൂടെ തന്നെ മദ്ദും വന്നിട്ടുണ്ട് അല്ലേ, മദ്ദും ശ്രദ്ധയും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പം മീമിനെ ഫലമ്മ എന്ന് ജസ്റ്റ് ഓതി പോവാതെ ഫലമ്മ 2 ഹറക്കത്ത് നീട്ടിക്കൊടുത്ത് നന്നായിട്ട് മണിച്ചോതുക കേട്ടോ. ഫലമ്മ റഅൗഹ ഖാലൂ. ഖാലൂ ഇവിടെ നോക്കൂ, ലൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മദ് വന്നിട്ടുണ്ട് അല്ലേ, മദ്. ഈ ഒരു മദ്ദിനെ നമ്മൾ രണ്ട് അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാവുന്നതാണ്. ഖാലൂ ഇന്നാ ലദാല്ലൂൻ. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മദ് വന്നിട്ടുണ്ട് അല്ലേ, ലോ. ഇവിടെ നമ്മൾ 6 അനക്കം 6 ഹറക്കത്തിൻ്റെ ടൈം ദീർഘിപ്പിച്ച് നമ്മൾ ഓതിക്കൊടുക്കൽ നിർബന്ധമാണ്. അത്രയും അളവിൽ നമ്മൾ അവിടെ നീട്ടി ഓതണം. കാരണം മദ്ദിന് ശേഷം ഈ പദത്തിൽ തന്നെ, ഒറ്റ പദത്തിൽ തന്നെ മദ്ദിന് ശേഷം എന്ത് വന്നു? സുക്കൂന് വന്നു. മദ്ദിന് ശേഷം സുക്കൂന് വന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? 6 അനക്കം ദീർഘിപ്പിച്ച് ഓതേണ്ടതാണ്. ദാല്ലൂൻ. ഓക്കെ, 6 അനക്കം വരെ ദീർഘിപ്പിച്ച് ഓതൽ നിർബന്ധമാണ്. ഓക്കെ, ലദാല്ലൂൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്ത ആയത്ത് 27ാമത്തെ ആയത്ത്. ബൽ നഹ്നു മഹ്റൂമൂൻ. ബൽ നഹ്നു മഹ്റൂമൂൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നഹ്നു മഹ്റൂമൂൻ രണ്ടിനും നഹ്നു ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നഹ്നു നഹ്നു എന്ന് ഓതരുത്. നഹ്നു നഹ് നഹ് ഇത്രയും മതി. നഹ്നു മഹ്റൂമൂൻ. മഹ്റൂമൂൻ എന്ന് ഓതരുത് കേട്ടോ. മഹ്റൂമൂൻ. ഓക്കെ, ഇവിടെ നമ്മൾ നൂനിൽ സുക്കൂൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? 3 അല്ലെങ്കിൽ 5 ഹറക്കത്തെ നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് 28ാമത്തെ ആയത്തൊന്ന് ഓതിയിട്ട് തജ്വീദ് പറയാം. ഖാല ഔസതുഹും അലം അഖുൽ ലകും ലൗലാ തുസബ്ബിഹൂൻ. ഓക്കെ, ഇനി ഇതിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. ഖാല ഔസതുഹും. ഖാല ഖാഫിൻ്റെ കൂടെ അലിഫ് വന്നിട്ടുണ്ട് അല്ലേ, 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ഖാല ഔസതുഹും അലം അഖുൽ ലകും. അലം അഖുൽ ലകും. ഇവിടെ നോക്കൂ, ഒരു ലാമിൻ്റെ മുകളിൽ ഫത്ഹോ കസ്റോ ലമ്മോ സുക്കൂനൊന്നുമില്ല അല്ലേ, അടുത്ത ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട് അല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഓതേണ്ടത്? ഈ ലാമിനെ മറ്റേ ലാമിലേക്ക്, ശബ്ദമുള്ള ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, അഖുല്ലകും അഖുല്ലകും ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, ലൗല ഈ രൂപത്തിലുള്ള ല വന്നാൽ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കൂടെ ഒരു എന്തുണ്ട്? ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട്. അലിഫ് മദ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ 2 ഹറക്കത്തെ നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ലൗല തുസബ്ബിഹൂൻ. തുസബ്ബി ബഇന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. തുസബ്ബിഹൂൻ. ഇനി 29ാമത്തെ ആയത്തൊന്ന് നോക്കാം. ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ.
ഓക്കെ, ഇതിൻ്റെ തെജ്വീദും ഒന്ന് നോക്കാം. ഖാലൂ, ഇവിടെ ഖാലൂ വാവ് മദ്ദുണ്ട്, 2 ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഖാലൂ, ഇവിടെ അലിഫിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ നമ്മൾ ഇവിടെ പ്രത്യേകിച്ചൊരു ശബ്ദം കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിനൊരു ഉച്ചാരണം ഇല്ല കേട്ടോ. ഓക്കെ, ഖാലൂ സുബ്ഹാന, ബൻ്റെ മുകളിൽ സുക്കൂന് വന്നു അല്ലേ. നമ്മൾ മുകളിലുള്ള ആയത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ബൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കണം. ബ് ബ് സുബ് സുബ്. ഓക്കെ, സുബ്ഹാന റബ്ബിന റബ്ബിന. ഇവിടെ നമ്മൾ ഏതാണ്, എത്ര ഹറക്കത്താണ് നീട്ടിക്കൊടുക്കുക? 2 അല്ലെങ്കിൽ 4, 2 മുതൽ 4 ഹറക്കത്ത് വരെ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. റബ്ബിന. ഓക്കെ, ഇങ്ങനെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ നീട്ടാം, അല്ലെങ്കിൽ റബ്ബിന. ഓക്കെ, ഇന്ന കുന്ന, നൂനിന് 2 സ്ഥലത്ത് നൂനിന് ഷദ്ദുണ്ട് മദ്ദും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇന്ന കുന്ന പെട്ടെന്ന് ഓതി പോവരുത് കേട്ടോ. ഇന്ന കുന്ന 2 ഹറക്കത്ത് നീട്ടുകയും വേണം, നന്നായി ഒന്ന് മണിക്കുകയും വേണം കേട്ടോ. ഓക്കെ, ഇന്ന കുന്ന ളാലിമീൻ. ഓക്കെ, നമുക്ക് 30-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം കേട്ടോ. فأقبل بعضهم على بعض يتلاومون. ഓക്കെ, ഇനി ഇതിൻ്റെ തജ്വീദ് ഒന്ന് നോക്കാം. ഫഅഖ്ബല, ഖാഫിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് അവിടെ കൊടുക്കൂലേ. ഖ് ഫഅഖ് ഫഅഖ് ഖ്. അപ്പോൾ ഖാഫ് എന്നുള്ള അക്ഷരം എവിടുന്നാണ് വരുന്നത്? നാവിൻ്റെ അങ്ങേ അറ്റം, നാവിൻ്റെ മുരട് ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഖാഫ്. അപ്പോൾ ഖ് ഫഅഖ്, ഈ ഖാഫിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് അവിടെ കൊടുക്കണം കേട്ടോ. ഫഅഖ്ബല ഫഅഖ്ബല ബഅ്ദുഹും ബഅ്ദുഹും, ഐൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, പക്ഷെ അതിന് നമ്മൾ ബഅ്ദുഹും ഫുൾ സുക്കൂന് കൊടുക്കരുത്, ഹാഫ് സുക്കൂൻ. ബ ബ ബ ഇത്രയും മതി കേട്ടോ. ബഅ്ദുഹും അലാ ബഅ്ദിൻ യതലാവമൂൻ. ബഅ്ദിൻ എന്ന് നമ്മളിവിടെ പറയില്ല കേട്ടോ. 2 കിസ്റായും വിട്ട് വിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അതിനുശേഷം വന്നിട്ടുള്ള അക്ഷരം ഏതാണ്? യ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ബഅ്ദിൻ യതലാവമൂൻ, ബഅ്ദിൻ, ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ഈ തെൻവീനിന് ശേഷം യ വരുമ്പോൾ കൂട്ടിച്ചേർത്ത് മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, യതലാവമൂൻ നീട്ടി ഓതി വഖഫ് ചെയ്യുക കേട്ടോ. മദ് ആരിൽ. ഓക്കെ, 3 മുതൽ 5 ഹറക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.